മക്കളെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൈക്രോ എക്കണോമിക്സിൽ നിന്ന് ഓൺ എക്സാമിലേക്ക് ഏതൊക്കെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കേണ്ടത് ഓരോ പാഠത്തിൽ നിന്നും, അതൊക്കെ ഏതൊക്കെ മാർക്കിന് വരും എന്നുള്ളത് നമ്മൾ നോക്കിയിരുന്നു. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് മാക്രോ എക്കണോമിക്സ് ആണ്. അപ്പോൾ അതിൽ നമുക്ക് മാക്രോ എക്കണോമിക്സിൽ നിന്ന് 2 പാഠങ്ങളാണ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞ ആദ്യത്തെ ചാപ്റ്ററും പിന്നെ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്ന് പറയുന്ന രണ്ടാമത്തെ പാഠമാണ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് അതിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ആദ്യത്തെ പാഠം ചെറിയൊരു പാഠമാണ്, വളരെ കുറച്ച് കാര്യങ്ങളെ നമുക്ക് അവിടെ നിന്ന് പഠിക്കാനുള്ളൂ. നമ്മളോട് ചോദിക്കാം, ഒന്നെങ്കിൽ ഹിസ്റ്ററി ഓഫ് മാക്രോ എക്കണോമിക്സ് എഴുതൂ, അല്ലെങ്കിൽ എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ് ആയിരിക്കും ചോദിക്കാം. അത് 4 മാർക്കിനാണ് ചോദിക്കാൻ ചാൻസ്. രണ്ടും ഒരേ കാര്യമാണ്. ഇതിൻ്റെ എല്ലാം വിത്ത് ആൻസേഴ്സ് നമ്മൾ വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അത് മറക്കാതെ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ദെൻ 1930s ഗ്രേറ്റ് ഡിപ്രഷനെ പറ്റിയിട്ട് ഒരു ഷോർട്ട് നോട്ട് എഴുതൂ എന്ന് പറഞ്ഞിട്ട് 4 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. ലിസ്റ്റ് ഓഫ് ദ 4 സെക്ടേഴ്സ് ഇൻ ആൻ എക്കോണമി. ഒരു എക്കോണമിയിലെ 4 സെക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് 2 മാർക്കിന് ചോദിച്ചേക്കാം. മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും തമ്മിലുള്ള വ്യത്യാസം, ഡിഫറൻഷിയേറ്റ് മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ് 3 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. ഇത്രയുമാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ടത്. രണ്ടാമത്തെ പാഠമാണ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. ഇത് ചാപ്റ്റർ ഒത്തിരി വലുതാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം എടുത്ത് നോക്കാം. ആദ്യത്തേതാണ് ഇൻ്റർമീഡിയറ്റ് ഗുഡ്, കൺസ്യൂമർ ഗുഡ് ആൻഡ് ക്യാപിറ്റൽ ഗുഡ്. ഇതിൻ്റെ എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞ് 1 മാർക്കിന് അല്ലെങ്കിൽ 2 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ദെൻ സ്റ്റോക്ക് ആൻഡ് ഫ്ലോ എന്താണ്, അതിൻ്റെ എക്സാമ്പിളോട് കൂടി അല്ലെങ്കിൽ എക്സാമ്പിൾ തന്നിട്ട് സ്റ്റോക്ക് ആൻഡ് ഫ്ലോ കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് 2 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകത്തിൻ്റെ ആ ഒരു ഇല്ലസ്ട്രേഷൻ, ആ ഒരു ഫിഗർ തന്നിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എക്സ്പ്ലെയിൻ ചെയ്യാനോ പറഞ്ഞിട്ട് 5 മാർക്ക് വരെ അതിൻ്റെ ക്വസ്റ്റ്യൻ വരാവുന്നതാണ്. ദെൻ മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ഇല്ലാതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ +2 എക്കണോമിക്സിന് ഇല്ലാന്ന് തന്നെ നമുക്ക് തറപ്പിച്ച് പറയാൻ പറ്റും. 8 മാർക്കിൻ്റെ ചോദ്യം എസ്എ ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് വരാം. അതിൽ 3 മെത്തേഡ് നമുക്ക് പഠിക്കാനുണ്ട്. എക്സ്പെൻഡിച്ചർ മെത്തേഡ്, പ്രോഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ്. ഈ 3 മെത്തേഡിൽ ഏത് വേണമെങ്കിലും ചോദിക്കാം. മേ ബി എടുത്ത് ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് ചെറുത് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് എഴുതിയാലും മതി. പക്ഷേ എടുത്ത് ചോദിക്കുന്ന സമയത്ത് ആ ചോദിക്കുന്നത് തന്നെ നമ്മൾ എഴുതേണ്ടി വരും. ദെൻ പേഴ്സണൽ ഇൻകം കാണാനും പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം കാണാനുള്ള ഇക്വേഷൻ, സിമ്പിൾ ഇക്വേഷൻ ആണ്. ആ ഇക്വേഷൻ നിങ്ങൾ പഠിക്കണം. ദെൻ GDP ഡിഫ്ലേറ്റർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ മേ ബി വന്നേക്കാം. ഓക്കെ, ആ ഒരു GDP ഡിഫ്ലേറ്ററിൻ്റെ ഇക്വേഷൻ പഠിച്ചിരിക്കണം. ദെൻ CPI, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സും ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സും എന്താണെന്നുള്ളത് ഓരോ മാർക്കിന്, അതായത് 2 മാർക്കിലേക്കായിട്ട് പ്രതീക്ഷിച്ചാൽ മതി. GDP ഡിഫ്ലേറ്ററും 2 മാർക്കിലേക്കായിട്ട് പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ. ദെൻ GDP ആൻഡ് വെൽഫെയർ. ഓക്കെ, GDP cannot be taken as a measure of welfare. വെൽഫെയർ അളക്കാനുള്ളൊരു സംഭവമായിട്ട് നമുക്ക് GDP എടുക്കാൻ പറ്റില്ല എന്നതിനൊരു 3 കാരണങ്ങൾ പറയുന്നുണ്ട്. സോ അത് 3-4 മാർക്കിന് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ ഇത്രയുമാണ് മാക്രോ എക്കണോമിക്സിൽ നിന്ന് മെയിനായിട്ട് ഓൺ എക്സാമിലേക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. ഇനി ഇതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് വേണം അല്ലേ? ക്വസ്റ്റ്യൻസ് അപ്പോൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇതിൻ്റെ ആൻസേഴ്സാണ് വേണ്ടത്. ആൻസേഴ്സുമായിട്ട് ഉടനെ തന്നെ നമ്മൾ വീഡിയോ ആയിട്ട് വരുന്നതാണ്. ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സും നിങ്ങളിലേക്ക് എത്തിച്ച് തരുന്നതാണ്. അതിനുവേണ്ടി എന്ത് ചെയ്യുക? വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോക്ക് എത്ര ലൈക്ക് കിട്ടുമെന്നൊന്ന് ഞാൻ നോക്കട്ടെ. നമ്മുടെ വീഡിയോസിനൊക്കെ ലൈക്ക് വളരെ കുറവാണ്. ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യാട്ടോ, എന്നിട്ട് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം നെക്സ്റ്റ് ഇനി ഏത് വീഡിയോ വേണ്ടതെന്നുള്ളത്. ഓക്കെ, ഒരുപാട് പേര് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു മാക്രോ വേണം എന്നുള്ളത്, അതുകൊണ്ടാണ് മാക്രോ ചെയ്തത്. ഇനി ഏതാ വേണ്ടതെന്ന് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. താങ്ക് യു.